താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ. പാട്ടിന് മലയാള സിനിമയോട് സാറ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കിയ ഒരു നഷ്ടം എന്ന് പറയുന്നത്, ഇത്രയും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത് ആക്ട് ചെയ്ത് ഇൻഡസ്ട്രിയിൽ ഇത്രയും സജീവമായി നിന്ന സമയത്ത് സാർ സിംഗർ എന്ന നിലയിൽ കൂടെ എസ്റ്റാബ്ലിഷ് ആവാൻ വലിയ അങ്ങനെ ആകാമായി വേണമെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളിലൊക്കെ കേടി പാടാമായിരുന്നു. പക്ഷേ അതല്ല അന്ന് ജനങ്ങൾക്ക് ആവശ്യം യേശുദാസിനെ പോലെയുള്ള പാട്ടുകാരായിരുന്നു. എന്നെയല്ല, എനിക്ക് വേണമെങ്കിൽ ഒരു ശ്രമം, ഞാൻ പൈസ മുടക്കുന്നയാളെ അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷെ എൻ്റെ മോള് പാടി ഒരു പടത്തിൽ, പിന്നെ തങ്കം, അവള് യേശുദാസിൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. എൻ്റെ വീടപ്പൂൻ്റെ പടത്തിൽ ഡ്യൂറ്റ് പാടി, അവള് നല്ലതായിട്ട് പാടും. ഇപ്പം അമേരിക്കയിലാണ്. അവള് വർഷലായിട്ട് പാടും. അവള് പാട്ടിച്ചിട്ട് പഠിച്ചതാണ്. ഞങ്ങൾക്കൊന്നും, ഞാനോ ജോസ്പായൊന്നും ഞങ്ങളൊന്നും പാട്ട് പഠിച്ചിട്ടില്ല അക്കാലത്ത്. അങ്ങനെ എന്നോട് ചോദിക്കുക ജീവിതത്തിലുണ്ടായ നഷ്ടം എന്ന് ചോദിച്ചാൽ, സംഗീതം അതിൻ്റെ ബേസിക്സ് പഠിച്ചില്ല, ഒരു ഇൻസ്ട്രുമെന്റ് പഠിച്ചില്ല. ഇതൊരു കുറ്റബോധമായിട്ട് കിടക്കും. എപ്പോഴും ഞാൻ ചിന്തിക്കും, ഒരു കുറ്റബോധം. പാട്ടുകൾ നമുക്ക് പാടാനല്ല, പക്ഷേ ഇപ്പോൾ ഉള്ള ഈ ഏത് ഭാഷയിലുള്ള പഴയ പാട്ടുകാരെയൊക്കെ നമ്മൾ നമിക്കാതെ പറ്റത്തില്ല കേട്ടോ. എഴുത്താണെങ്കിലും മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്ന രീതി, പാടിയ രീതിയാണല്ലോ. ഇവരൊക്കെ എങ്ങനെ അതാണ് ദൈവദത്തമായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണത്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഉള്ള ദൈവമാണ് നമുക്കിങ്ങനെയുള്ള ഇതിപ്പം ജോസ് പ്രകാശിൻ്റെ അനിയനായിട്ട് ജനിക്കാനും എനിക്ക്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഒരു പ്രേംപ്രകാശ് ആകും. ജോസ് പ്രകാശിന്റെ അനിയൻ എന്ന നിലയിലെ സാറ് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നല്ല യൗവനകാലം ഉണ്ടല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് കൂടുതൽ വില്ലൻ വേഷങ്ങളിൽ തന്നെ ആളുകൾ അല്പം പേടി ഉണർത്തുന്ന ഒരു പരിവേഷമുള്ള ജോസ് പ്രകാശ്. അത് അഭിനയിക്കാനായിട്ട് ചിലപ്പോൾ ഇവിടെ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റൊരു തറവാട്ട് വീട്ടിലൊക്കെ അദ്ദേഹം പോയി വരാറുള്ള ആ ഒരു കാലഘട്ടം ഉണ്ട്. എങ്ങനെ എനിക്ക് കുറച്ച് അറിയാൻ ഞാൻ പറഞ്ഞ പുള്ളി ഒരു വളരെ ഡൗൺ ടു എർത്ത് മനുഷ്യനായിരുന്നു. ഈ മുതലക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ പുള്ളി ഒരു സാധാരണ ഒരു കുടുംബത്തെ സ്നേഹിക്കുന്ന ആള്, വളരെ പാവം പിടിച്ച ഒരു മനുഷ്യനായിരുന്നു പുള്ളി. നമ്മൾ സിനിമയിൽ വില്ലൻ വേഷം മാത്രം പുള്ളിയുടെ കാണുകയാണെങ്കിൽ വിചാരിക്കും പുള്ളി ഇങ്ങനത്തെ ആളാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. നല്ല വളരെ ഭക്തമായ ഒരു ഭക്തിയുള്ള ഒരാളാണ്. പ്രാർത്ഥന. പിൽക്കാലത്ത് ദേവാസുരം എന്ന സിനിമയിൽ എഴുത്തച്ഛൻ അങ്ങനെ അന്നും കാലിന് സുഖമില്ല. പ്രായമായിട്ടുള്ള എന്തൊരു നമുക്ക് എന്തൊരു സ്നേഹം തോന്നുന്നു അഭിനയം.